ഇന്ന് മരണങ്ങൾ കൂടുതലാണ്. ചെറുപ്രായത്തിൽ തന്നെ ചെറുമക്കൾ, വളരെ ചെറിയ പ്രായം ചെന്ന ആളുകൾ തന്നെ ഒരു രോഗവുമില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുന്നു. മരണത്തിന് പ്രായമില്ല. നമുക്കറിയാം, കേരളത്തിൽ മാത്രം ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ടുള്ള മരണവാർത്തകളാണ്. എവിടെ നോക്കിയാലും മരണവാർത്തകൾ മാത്രമാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതിലധികവും മരണപ്പെട്ടവർ വാഹന അപകടങ്ങളിലാണ്. ഇക്കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ റോഡുകളിൽ അവിടെ ചിന്നിച്ചിതറിയത് ഒരുപാട്, അതിൽ പ്രായമുള്ളവർ മാത്രമല്ല, ചെറുപ്പക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കം ധാരാളം പേരാണ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു പോയത്. അത്തരത്തിൽ ആ വാഹനാപകടത്തിൽ മരണപ്പെട്ടു പോയവരിൽ മുത്തഅല്ലിമീങ്ങളായ ചെറുപ്പക്കാരുണ്ട്. നോക്കി അടുത്ത കാലത്തായി പരിശോധിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് മുത്തഅല്ലിമീങ്ങളായ ചെറുപ്പക്കാരായ കുട്ടികൾ ഇത്തരത്തിൽ വാഹനാപകടങ്ങളിൽ മരണപ്പെട്ടു പോയ ഒരുപാട് വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ആ ഓരോ വാർത്തകളും വേദനയോടുകൂടിയല്ലാതെ നമുക്കാർക്കും കേൾക്കാനാവില്ല. അതിലൊട്ടുമിക്കവരും ചെറുപ്പക്കാരായ ആൺകുട്ടികളാണ്. നമുക്ക് അവരുടെ വിയോഗമെന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ മാത്രം വേദനയല്ല, നേരെ മറിച്ച് മുസ്ലിം സമൂഹത്തിൻ്റെ വലിയൊരു നഷ്ടം കൂടിയാണ്. നിങ്ങൾക്കറിയാം, മുത്തഅല്ലിം എന്ന് പറയുന്നത് വെറും ഒരു വിദ്യാർത്ഥി മാത്രമല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകർ നിബിധങ്ങളും പഠിപ്പിച്ച കാര്യങ്ങൾ അത് പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നവർ, തെറ്റിലേക്ക് കടന്നു പോകുന്ന ഒരു സമൂഹത്തിന് നന്മയും നല്ല ഉപദേശങ്ങളും കൊടുത്തുകൊണ്ട് അവരെ സന്മാർഗത്തിലേക്ക് നയിക്കേണ്ടവർ. അത്തരത്തിലുള്ള ആ ചെറുപ്പക്കാരായ മുത്തഅല്ലിമീങ്ങളായ കുട്ടികളുടെ വിയോഗങ്ങൾ അത് നമ്മെ സംബന്ധിച്ച് വലിയ നഷ്ടമുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു മുത്തഅല്ലിമായ ഒരു ചെറുപ്പക്കാരൻ കാർ അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. കുറ്റിപ്പുറം മർഹൂം അബ്ദുള്ള ഉസ്താദിന്റെ പേരമകനും തെന്നല വെസ്റ്റ് ബസാർ ജുമാ മസ്ജിദ് മുദരിസ് കുറ്റിപ്പുറം അബ്ദുൾ റഷീദ് ബാക്കവി ഉസ്താദിന്റെ മകനുമായ മുഹൈമിൻ അഹസനി എന്ന് പറയുന്ന മുത്തഅല്ലിമായ ഒരു കുട്ടിയാണ് മരണപ്പെട്ടു പോയത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വാഹനാപകടത്തിലാണ് മുഹൈമിൻ അഹസനി അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. ആ അപകടത്തിന്റെ വേദന അവിടെ തീർന്നില്ല. ആ യാത്രയിൽ കൂടെയുണ്ടായിരുന്ന കുറ്റിപ്പുറം അബ്ദുൽ വാസി ബാക്കവി ഉസ്താദിന്റെ മകൻ മുഫല്ലൽ അഹസനി ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോഴും ആശുപത്രിയിലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അബ്ദുൽ വഹാബ് ഉസ്താദിൻ്റെ മകൻ അബ്ദുൽ ബാസിദ് ഇർഫാനി ഇപ്പോഴും വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി പോരാടുകയാണ്. നമുക്ക് മരണപ്പെട്ടു പോയ മുഹൈമിൻ അഹസനിയെക്കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. വളരെയധികം അടക്കവും ഒതുക്കവുമുള്ള നല്ലൊരു കുട്ടി. ഈ ആധുനിക കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായ ആളുകൾ സോഷ്യൽ മീഡിയകൾക്കും റീലുകൾക്കും ട്രെൻഡുകൾക്കും പിറകെ പോകുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ മുഹൈമിൻ അഹസനി അതിൻ്റെ പിന്നാലെയൊന്നും പോകാതെ ഈ നൂറ്റാണ്ടിലും തികച്ചും ശാന്തനായി ഒരു യഥാർത്ഥ മുത്തഅല്ലിമായി ജീവിച്ച കുട്ടിയായിരുന്നു. തെന്നല വെസ്റ്റ് ബസാർ മഹൽ ജുമാ മസ്ജിദിൽ കഴിഞ്ഞ 25 വർഷമായി ദറസ് നടത്തുന്നത് മുഹൈമിൻ്റെ ഉപ്പയായ റഷീദ് ബാക്കവി ഉസ്താദാണ്. തൻ്റെ ജ്യേഷ്ഠന്മാരായ 2 അഹസനിമാരും പഠിച്ചതും ഇപ്പോൾ അനുജനും പഠിച്ചുകൊണ്ടിരിക്കുന്നതുമെല്ലാം ആ ഉപ്പയുടെ തണലിൽ തന്നെയാണ്. ഉപ്പയുടെ കീഴിൽ തന്നെയാണ് മുഹൈമിനും ദറസ് പഠിച്ചത്. ഈ കാലഘട്ടത്തിലെ സാധാരണ കുട്ടികളിൽ കാണാനുള്ള കളിച്ചിരികളോ തമാശകളോ ആഡംബരങ്ങളോ ഒന്നും മുഹൈമിനില്ലായിരുന്നു. സദാസമയവും പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു സ്വാത്വികൻ. ഊണിലും ഉറക്കത്തിലും വസ്ത്രധാരണത്തിലും സംസാരത്തിലും തൻ്റെ ജീവിതത്തിൻ്റെ ചലനങ്ങളിലകലവും ഉപ്പ റഷീദ് ബാക്കവിയുടെയും വലിയുപ്പ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാരുടെയും ആ പവിത്രമായ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ച കുട്ടി. തൻ്റെ ജ്യേഷ്ഠന്മാരെ പോലെ ഉപ്പയുടെ കീഴിലെ ദറസ് പഠനത്തിന് ശേഷം ഒതുക്കുങ്ങൽ ഇഹിയ ഉസുന്നയിൽ ഷെയ്ഖുന റഈസുൽ ഉലമയുടെ കീഴിലായിരുന്നു മുഹൈമിൻ ഉപരിപഠനം നടത്തിയത്. നിലവിൽ ചാലിയത്തുള്ള ഒരു സ്ഥാപനത്തിൽ ദറസ് നടത്തി വരികയായിരുന്നു ഈ യുവ പണ്ഡിതൻ. നോക്ക്, മുഹൈമിൻ അഹസനി മരണപ്പെടുന്നതിന് മുമ്പ് അവസാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, ആ ഒരു പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. മരണത്തിന് മുമ്പുള്ള അവസാനത്തെ തൻ്റെ ആ ഒരു പ്രസംഗത്തിൻ്റെ വിഷയം എന്താണെന്നറിയുമോ? മരണം. അതെ, മരണമെന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം അവസാനമായി പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ആ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അദ്ദേഹം മരണത്തെ നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നോ എന്ന് തോന്നിപ്പോകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ ഞാനൊന്ന് കേൾപ്പിക്കാം. ഇന്ന് മരണങ്ങൾ കൂടുതലാണ്. ചെറുപ്രായത്തിൽ തന്നെ ചെറുമക്കൾ, വളരെ ചെറിയ പ്രായം ചെന്ന ആളുകൾ തന്നെ ഒരു രോഗവുമില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുന്നു. മരണത്തിന് പ്രായമില്ല. പണ്ടൊരാളോട് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ എന്നോട് മറുപടി പറഞ്ഞത്, ഉസ്താദ് അതിനിപ്പോൾ തന്നെ എന്തിനാ നന്നാവണത്? ഒരു 60 വയസ്സൊക്കെ ആകുമ്പോൾ നന്നായ പോരെ? ഇപ്പോൾ ഒരു 18 വയസ്സൊക്കെ അല്ലേ ആയിട്ടുള്ളൂ. 60 വയസ്സൊക്കെ ആവണതിൻ്റെ തൊട്ട് മുമ്പ് നന്നായ പോരെ എന്ന് ആ ചെറുപ്പക്കാരൻ മനസ്സിലാക്കി. ഞാൻ മനസ്സിലാക്കിയത് അവനോട് അസ്രാഈൽ അലൈഹിസ്സലാം വന്നിട്ട്, നീ 60 വയസ്സിലാണ്, ഫെബ്രുവരി 5-ാം തീയതി ഇന്ന ദിവസം ഇന്ന സമയത്ത് മരിക്കുമെന്ന് നേരത്തെ അഡ്വാൻസായി പറഞ്ഞിട്ടുണ്ടെന്നോ. അങ്ങനെ പറഞ്ഞ ഒരാൾക്കല്ലേ ഞാൻ 60 വയസ്സിൽ മരിക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ.
എവിടെയാണ് മരിക്കുക എന്ന് ഒരു നഫ്സിനും അറിയില്ല. വലാ തഅലമു നഫ്സുൻ മാദാ തക്സിബു ഗദ. നാളെ എന്ത് പ്രവർത്തിക്കുമെന്ന് ഒരു നഫ്സിനും അറിയാൻ സാധിക്കൂല. പിന്നെ എങ്ങനെ നാം ഉറപ്പിച്ചിരിക്കും? അപ്പൊ ഉള്ള ജീവിതം, നമ്മുടെ നിമിഷങ്ങൾ നന്മയിൽ ഉപയോഗപ്പെടുത്തണം. കേട്ടില്ലേ ആ കുട്ടി പറഞ്ഞത്? അതെ, മരണത്തിന് പ്രായമില്ല. പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരെയും പിടികൂടുന്ന ഒന്നാണ് മരണമെന്ന് പറയുന്നത്. മരണത്തിന് പ്രായമില്ല എന്ന് വെറും 20 വയസ്സുകാരൻ മാത്രമായ ആ മുതാല്യമായ ചെറുപ്പക്കാരൻ ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്. മരണത്തെക്കുറിച്ച് അവസാനമായി പ്രസംഗിച്ച് അവസാനം മരണത്തിലേക്ക് പോയ മൊയ്മിൻ അഹസനി എന്ന് പറയുന്ന ഈ മുതാല്യമായ ചെറുപ്പക്കാരനും പ്രായമെന്നുള്ളത് വെറും 20 വയസ്സ് മാത്രമായിരുന്നു. പണ്ടൊക്കെ മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും പ്രായം ചെന്നവരാണെങ്കിൽ ഈ അടുത്ത കാലത്തായി കേൾക്കുന്ന മരണവാർത്തകൾ കൂടുതൽ പരിശോധിച്ചാൽ അതിലൊരു പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെയാണ്. എന്ത് ഗ്യാരണ്ടിയാണ് മനുഷ്യജീവനുള്ളത്? ഒരു ഗ്യാരണ്ടിയുമില്ല. ഇന്നിരിക്കുന്ന മനുഷ്യൻ അടുത്ത സെക്കൻഡിൽ ഉണ്ടാകില്ല. ശ്വാസമുറി നിലച്ചാൽ തീരാവുന്നതേയുള്ളൂ മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത്. ആ മനുഷ്യന്മാരാണ് ഈ ഭൂമി ലോകത്ത് അധികാരത്തിനും പണത്തിനും വേണ്ടി അഹങ്കാരവും അഹംഭാവവും ഒക്കെയായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതു സ്ഥലത്ത്, എങ്ങനെ, ഏതു സാഹചര്യത്തിൽ, എവിടെ വെച്ച് മരണപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. അത് പടച്ചവന് മാത്രമേ അറിയുകയുള്ളൂ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗം കഴിഞ്ഞ് അധിക ദിവസങ്ങൾ കഴിഞ്ഞതിന് മുമ്പ് തന്നെ അദ്ദേഹം അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയാണ്. ഒരു നാടിന് വെളിച്ചമാകേണ്ട വ്യക്തിത്വമാണ് ഇന്ന് ഓർമ്മയായി മാറിയത്. ഈ ഒരാഴ്ചയിൽ മാത്രം ദർസിൽ പഠിക്കുന്ന എത്രയോ വിദ്യാർത്ഥികളാണ് റോഡ് അപകടത്തിൽ മരണപ്പെട്ടു പോയത്. ഈ പോയ പെരുന്നാൾ ദിവസം വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള ദർസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ബൈക്ക് അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. കൂടെയുണ്ടായിരുന്ന 18 വയസ്സുള്ള മറ്റൊരു ദർസിൽ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയും ഇപ്പോഴും ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ മറ്റൊരു മുതാല്യമായ വിദ്യാർത്ഥിയും ഇപ്പോൾ മരണപ്പെട്ടു പോയെന്നുള്ള വാർത്ത കേൾക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നിരന്തരമായി മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ റോഡുകളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ദയവ് ചെയ്ത് വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ വാഹനങ്ങൾ ഓടിക്കാൻ. നമ്മുടെ മുമ്പിൽ എപ്പോഴും ഒരു അപകടമുണ്ട്, അല്ലെങ്കിൽ ഒരു അപകടം പ്രതീക്ഷിക്കാം എന്ന ഒരു ചിന്തയിൽ വേണം നമ്മൾ വാഹനം ഓടിക്കാൻ. സീറ്റ് ബെൽറ്റുകൾ ധരിക്കുക, ഹെൽമെറ്റ് ധരിക്കുക, വാഹനങ്ങളുടെ സ്പീഡ് കുറയ്ക്കുക, ഓവർടേക്കുകൾ ചെയ്യാതിരിക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി നമ്മളെല്ലാവരും നോക്കിക്കാണേണ്ടതുണ്ട്. നമ്മളൊക്കെ ഒരു പക്ഷേ വാഹനങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടായിരിക്കും ഓടിച്ചു പോകുന്നത് എങ്കിൽ പോലും എതിർവശത്ത് വരുന്നവൻ ആ നിയന്ത്രണങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്നതാകട്ടെ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ മനുഷ്യരുടെ ജീവനുകളാണ്. അത്തരം ആളുകൾ നശിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവൻ മാത്രമല്ല, ആ മനുഷ്യനെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരുടെ കുടുംബക്കാർ, പ്രിയപ്പെട്ടവരുണ്ട് എന്നുള്ള കാര്യം അത്തരം ആളുകൾ മനസ്സിലാക്കാതെ പോവുകയാണ്. നോക്കൂ, മൊയ്മിൻ അഹസനി എന്ന് പറയുന്ന ഈ മുതാല്യമായ ചെറുപ്പക്കാരൻ്റെ വിയോഗം അതുപോലെ തീരാ നഷ്ടം തന്നെയാണ്.